തിരഞ്ഞെടുപ്പ് അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 3-4 മാസങ്ങളായെങ്കിലും ഇതുവരെ CPM എങ്ങനെ തോറ്റു, ഏത് രീതിയിൽ തോറ്റു, എങ്ങനെയാണ് തോൽവി സംഭവിച്ചത് എന്നതിനെ പറ്റി ഇപ്പോഴും പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് തുടങ്ങിയ പഠനം ഇപ്പോൾ നേരെ ചെന്ന് എത്തി നിൽക്കുന്നത് ഡൽഹിയിലാണ്. അതായത് CPMന്റെ ആസ്ഥാന മന്ദിരത്തിലാണ് എത്തി നിൽക്കുന്നത്, AKG ഭവനിലാണ് എത്തി നിൽക്കുന്നത്. അവിടെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തിരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ 4 തിരുത്തൽ വേണമെന്നാണ് സംസ്ഥാന കൗൺസിൽ പറയുന്നത്. മാറ്റം വരുത്തിയ ശേഷം കീഴ്ഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്താൽ മതിയെന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷേ ഇവർക്കാർക്ക് നിർദ്ദേശം നൽകുമ്പോൾ പിണറായി വിജയനാണോ അല്ലെങ്കിൽ ഗോവിന്ദനാണോ, അതായത് MV ഗോവിന്ദനാണോ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിലുള്ള ഉത്തരവാദിത്വമൊന്നും ഇവരല്ല. ഇതിന്റെ ഉത്തരവാദിത്വം താഴെ തട്ടിലുള്ള പാർട്ടി പ്രവർത്തകരാണ്. ഈ തെരഞ്ഞെടുപ്പ് CPM തോൽക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന രീതിയിലായിരിക്കും റിപ്പോർട്ടുകൾ പോകാൻ പോകുന്നത്. ഇതനുസരിച്ച് ഈ മാസം 16-17 തീയതികളിൽ നടന്ന സംസ്ഥാന കൗൺസിൽ യോഗം കഴിഞ്ഞ് 8 ദിവസത്തിന് ശേഷമാണ് പാർട്ടി റിപ്പോർട്ടിംഗ് നടത്തുന്നത്. സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഏറിയും കുറഞ്ഞും ജനങ്ങൾക്ക് ഇടയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനാൽ ഭരണവിരുദ്ധ വികാരം പ്രകടനമായിരുന്നില്ല എന്നാണ് ആദ്യ റിപ്പോർട്ട്. സർക്കാരിനെതിരെയുള്ള വികാരമാണ് UDFന് വോട്ടായി മാറിയതെന്നും ഭരണവിരുദ്ധ വികാരം തോൽവിക്ക് കാരണമായെന്നും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ കൗൺസിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരമ്പരാഗത തൊഴിൽ മേഖലകളിലും ക്ഷേമനിധി തൊഴിലാളികളുടെ കാര്യത്തിലും ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെന്ന് സെക്രട്ടേറിയറ്റ് പറയുന്നുണ്ട്. ഇതിൽ എന്തുകൊണ്ടാണ് CPM കേരളത്തിൽ തോറ്റതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചുമട്ട് തൊഴിലാളികളാണ്. കാരണം ഏതെങ്കിലും ഒരു ജനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി വിദേശത്ത് നിന്നും 10-50 വർഷമൊക്കെ അവിടെ ജോലി ചെയ്ത് സ്വന്തം നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് നടത്തി ജീവിക്കാമെന്ന ഒരു ലക്ഷ്യത്തിലേക്ക്, ഒരു കണക്കുകൂട്ടലിലേക്ക് കേരളത്തിലേക്ക് വിമാനം ഇറങ്ങി വന്ന് അവൻ ഏതെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അവിടെ ചുവപ്പ് കൊടിയും കൊണ്ടുവന്ന് കുത്തി ഈ ചുമട്ട് തൊഴിലാളി സംഘടനകൾ അവിടെ അടിയുണ്ടാക്കി അവന്റെ കടയും പൂട്ടി അവനെ അവസാന ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിവിടും. ഇത് പല തവണയായി 10 വർഷമായി കേരളം കണ്ട് അനുഭവിക്കുന്ന ഒരു വലിയൊരു ദുരന്തമാണിത് ഈ CITU തൊഴിലാളികളെ കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ശക്തമായ ഒരു ജനവികാരം CPMനെതിരെ ഉണ്ട്. എല്ലാ വർഷവും മെയ് 1-ാം തീയതി തൊഴിലാളി ദിനം എന്ന് പറഞ്ഞുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഓട്ടോയിലും ബസ്സുകളിലും കാറുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടിവെച്ച് റാലി നടത്തുന്നതല്ലാതെ ഇവരെ കൊണ്ടൊരു 1 രൂപയുടെ നേട്ടം പോലും കേരളത്തിന് ഉണ്ടായിട്ടില്ല, ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് CPMനെതിരെ ജനരോക്ഷം കത്തി നിൽക്കാൻ. അങ്ങനെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകുന്നത് ശരിയായ ഒരു വിലയിരുത്തലല്ല എന്ന് കൗൺസിൽ നേതാക്കൾ ചൂണ്ടിക്കാട്ടുകയാണ്. വൈക്കത്ത് പരാജയത്തിന്റെ പ്രധാന കാരണം പരമ്പരാഗത മേഖലയിലെ അസംതൃപ്തിയാണെന്ന് സർക്കാർ പറയുമ്പോൾ പരമ്പരാഗത മേഖലയെ അവഗണിച്ചുവെന്നും അവരെ പരിഗണിക്കുന്ന ഒരു സമീപനം ഉണ്ടായില്ല എന്നാണ് റിപ്പോർട്ടിൽ ചേർക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വീഴ്ച ഉണ്ടായെന്ന് സെക്രട്ടേറിയറ്റ് ചൂണ്ടിക്കാട്ടുന്നു. ഇത് കൃത്യമായി പറയണമെന്നായിരുന്നു തിരുത്തൽ. LDF അല്ലാതെ മറ്റാര് എന്ന പ്രചാരണ വാക്യം തന്നെ തെറ്റായിരുന്നു. CPM അല്ലാതെ മറ്റാര് എന്നതാണ് ജനങ്ങൾക്ക് ബോധ്യമായത്. ഇടതുമുന്നണിയിലെ CPM മാത്രമാണ് മത്സരിക്കുന്നതെന്ന രീതിയിലേക്കായി ജനങ്ങളുടെ മനസ്സിലേക്ക്. പിണറായി വിജയന്റെ ഒറ്റ ചിത്രം പതിച്ച് നടത്തിയ പ്രചാരണ ബോർഡും പരാജയത്തിന്റെ കാരണമായി. കൂടാതെ പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് പാടിയ പാട്ടുകളെല്ലാം തന്നെ അത് ജനങ്ങൾക്ക് വലിയ തലവേദനയായി, ഒരു അരോചകമാകുന്ന ഒരു കാര്യങ്ങളായി മാറിയെന്നാണ് കൗൺസിൽ റിപ്പോർട്ട് പറയുന്നത്.